ഹലോ മലയാളി മക്കളെ, വണക്കം. ചെന്നൈയിലുള്ളവരൊക്കെ സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. കാരണം അങ്ങോട്ടൊക്കെ കനത്ത മഴയാണല്ലോ, തമിഴ്നാട് ഫുള്ള് മഴയാണ്. അവരെല്ലാം സേഫായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ സ്ഥലം വന്നിട്ട് തമിഴ്നാടിനോട് ചെയ്യുന്നതാണ് കേട്ടോ, ബോർഡർ ആണ്. കുമളി എന്ന് പറയും, തേക്കടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പം നമുക്കും അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് കറണ്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് ഫുള്ളും. അപ്പം എപ്പിസോഡ് ഫുള്ള് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇച്ചിരി മാത്രമേ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ പ്രമോയുടെ ബേസിലും ഇച്ചിരി ക്ലിപ്പിൻ്റെ ബേസിലുമാണ് കേട്ടോ ഇന്നത്തെ റിവ്യൂ പറയുന്നത്. അപ്പം ഇന്ന് നോമിനേഷൻ തുടങ്ങിയിരിക്കുകയാണ്. ആദ്യമേ തന്നെ നോമിനേഷൻ തുടങ്ങിയിരിക്കുകയാണ്. എല്ലാവരും നോമിനേറ്റ്, അതായത് ഡയറക്റ്റ് നോമിനേറ്റ്, അതായത് നേരെ നിന്ന് തന്നെ പ്ലാസ്മ ടി വിയുടെ ഫ്രണ്ടിൽ നിന്ന് നോമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. അതായത് നമ്മൾ നേർക്ക് നേരെ പറയാനുള്ള കാര്യങ്ങൾ ഇത്തവണ ഇവർ പറയുകയുണ്ടായി, മുഖത്തടിച്ച പോലെ പറയുന്നുണ്ടായിരുന്നു. അത് ബിഗ് ബോസ് തന്നെ ഇവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ടുള്ള കാരണങ്ങളാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഗുഡ് അപ്ഡേറ്റ്, അതേപോലെ തന്നെ നല്ലൊരു തുടക്കമാണ് ഇതൊക്കെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നോക്കിയിട്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ റാണവിനാണ് വോട്ട്സ് വന്നിട്ടുണ്ടായിരുന്നത്. ജാക്ലിൻ്റെ പേര് സൗന്ദര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും എന്നാ പറയുക, അയ്യോ സൗന്ദര്യം എന്നെ ഇങ്ങനെ ഫ്രണ്ട്സിനെ ഇങ്ങനെ പറയുന്നേ, അങ്ങനെയൊക്കെ പറയാൻ പാടുള്ളൂ, ജാക്ലിനും സൗന്ദര്യമൊക്കെ നല്ല ഫ്രണ്ട്സ് അല്ലെന്ന്. അങ്ങനെയല്ല, അതല്ല മോട്ടീവ്. സൗന്ദര്യയുടെ മോട്ടീവ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കളിക്കുന്ന പ്ലെയറിനെ നോമിനേഷനിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് അവർ ഔട്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കാണിക്കുന്നത്. ഒരു ബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കമായിട്ടാണ് എനിക്കതിനെ തോന്നിയിട്ടുണ്ടായിരുന്നത്. അതായത് മുത്തുക്കുമരനെയും അതേപോലെ തന്നെ ജാക്ലീനെയും പറയുന്നതെങ്കിൽ അവരുണ്ട് നല്ല സ്ട്രോങ് പ്ലേയേഴ്സാണ്. അവർ പറയണമെങ്കിൽ അതിനെക്കാട്ടിലും ഇതാളായിട്ട് നിൽക്കുന്നവരുണ്ട്. പക്ഷെ അവരെ പറയണമെങ്കിൽ അവർ സ്ട്രോങ് ആയിട്ട് അവരെ എലിമിനേറ്റഡ് ചെയ്യുക, എവിക്റ്റ് ചെയ്യുക, അതാണ് ഉദ്ദേശം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് സൗന്ദര്യം അങ്ങനെ കളിച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ളവരെല്ലാം നോർമലി ചെയ്യുന്ന പോലെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫൈനലി വിശാൽ, അരുണ്, റാണവ്, ജാക്ലിൻ, പവിത്ര, മഞ്ജരി, ദീപക്, റയാൻ, ഇത്രയും പേരാണ് നോമിനേറ്റഡ് ആയിട്ടുണ്ടായിരുന്നത്. സൗന്ദര്യം മുത്തുകുമാറും മാത്രം ഇല്ല കേട്ടോ, ബാക്കി എല്ലാവരും നോമിനേഷൻ ആയിട്ടുണ്ട്. ഇതിൽ ഇനി എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ റാണവാവാം, പവിത്രയാകാം, പിന്നെ ഒരു ഓപ്ഷൻ വിശാലാണ് കേട്ടോ. ഇത്രയും പേര്. പക്ഷേ എനിക്ക് പേഴ്സണലി തോന്നുന്നത് അരുണിനെയും വിശാലിനെയും ചാനൽ ഇച്ചിരി സപ്പോർട്ട് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടും കുറേ തെറ്റുകൾ വിശാലിൻ്റെ ഭാഗത്തുണ്ടായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് വന്നിട്ട് എല്ലാവരും കൂടെ ചർച്ച ചെയ്യണം. അപ്പം മുത്തുക്കുമർ റയാനോട് പറയുന്നുണ്ട്, 2 വോട്ട് ഒരാൾക്ക് കിട്ടിയെങ്കിൽ നമ്മൾ മൂന്നാമതായിട്ട് അയാൾക്ക് ഒരു വോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊരു അസാധുവായിട്ടുള്ളൊരു വോട്ടാണ്. അത് നമുക്ക് വേറൊരാളെ കൊടുത്തെങ്കിൽ അത് അവരെ എവിക്ഷനിലിടാം എന്ന് പറയുന്നുണ്ട്. അത് സത്യമായിട്ടുള്ളൊരു കാര്യമല്ലേ. നമ്മൾ 2 വോട്ട് കിട്ടിയ അയാൾ ഓൾറെഡി എവിക്ഷനിലുണ്ട്. അപ്പോൾ പക്ഷേ എലിമിനേഷനകത്ത് ഉണ്ട്. പക്ഷേ ഒരു വോട്ടും കൂടെ ചെയ്തിട്ട് വലിയ പ്രയോജനമൊന്നും കാണുന്നില്ല. പക്ഷെ അത് അടുത്താക്കി കൊടുക്കുവാണെങ്കിൽ അത് അയാൾക്ക് കറക്റ്റായിട്ടുണ്ടാവും എന്ന് പറയുന്നുണ്ട്. അതേസമയം ദീപകിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ചെയ്ത കാര്യം ശരിയാണ്. ഞാൻ ആദ്യമേ ഇപ്പോൾ അവസാനം വന്നതുകൊണ്ടാണ് അത് മൂന്നാമത്തതായിപ്പോയത്. ഇല്ല, ഞാൻ ഫസ്റ്റ് വന്നെങ്കിലും അയാളുടെ പേര് മാത്രമേ പറയുള്ളായിരുന്നു എന്ന് പറഞ്ഞാൽ ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ 3 വീക്കായിട്ട് ഓഡിയൻസ് എല്ലാം ശ്രദ്ധിക്കുന്നു, ഇനി ശ്രദ്ധിക്കും. കാരണം ഓരോരോ നീക്കങ്ങൾ നമ്മുടെ ശ്രദ്ധിക്കും, ഓരോന്ന് വാച്ച് ചെയ്യും, നമ്മൾ എങ്ങനെയാണ്, എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് വിവരങ്ങൾ കളക്ട് ചെയ്യാനുള്ളതെന്നൊക്കെ ചിന്തിക്കും എന്ന് സൗന്ദര്യയോട് അരുണ് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കിച്ചൺ ഇൻചാർജായിട്ട് നമ്മുടെ സൗന്ദര്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്ന് ഇത്രയൊക്കെയാണ് നടന്നിരിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമുക്ക് മഴയുടെ കാരണങ്ങളൊക്കെ കാരണം കൊണ്ട് കുറേ ഇത് എന്താണ് മഴയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ടി വി ഒന്നും ഉണ്ടായിരുന്നില്ല. അതേപോലെ ക്ലിപ്പിൻ്റെ ബേസിലാണ്. അതേപോലെ സൗന്ദര്യം പറയുന്നുണ്ട്, ഞാൻ ഫ്രണ്ട്ഷിപ്പ് കളിക്കാനല്ല വന്നിരിക്കുന്നത്, അതിന് ഉണ്ടാക്കി ജീവിക്കാനല്ല. ഞാൻ ഇത്ര വർഷം വെയിറ്റ് ചെയ്ത് ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ ഗെയിം കളിക്കാനാണ്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നതിൽ അത് എൻ്റെ ഗെയിമിനെ ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ചില സ്ഥലത്ത് എനിക്കത് വിട്ടു കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്, അവർക്ക് വേണ്ടി കളിക്കേണ്ടതായിട്ട് തോന്നുന്നുണ്ട്. അതൊക്കെ കറക്റ്റാണ്. അപ്പം ഇവർ ഒത്തിരി അങ്ങനെ കളിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് വിജയ് സേതുപതി സാറ് പറഞ്ഞപ്പോൾ അത് വെളിയിൽ അഫക്റ്റ് ആയിട്ടുണ്ട്. സൗന്ദര്യക്ക് നന്നായിട്ട് മനസ്സിലാണ്. സൗന്ദര്യം അപ്പം തൊട്ട് മാറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ജെഫ്രി മാറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലേ. പക്ഷേ ജാക്ലിൻ മാറിയിട്ടില്ല. നാളത്തെ തൊട്ട് ടിക്കറ്റ് ഫിനാലെ തുടങ്ങുമെന്ന് വിചാരിക്കുന്നു. നാളത്തെ എപ്പിസോഡിൽ നോക്കാം കേട്ടോ.